കണ്ണൂർ സർവകലാശാല കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എസ്എഫ്ഐക്ക് മിന്നുന്ന വിജയം. മാടായി കോളേജ്, ചെറുപുഴ നവജ്യോതി, നിർമ്മലഗിരി കോളേജ് ഉൾപ്പെടെയുള്ള KSU MSF കോട്ടകൾ പിടിച്ചെടുത്താണ് എസ്എഫ്ഐ വിജയം സ്വന്തമാക്കിയത്. പയ്യന്നൂർ കോളേജ്, കണ്ണൂർ SN കോളേജ്, ബ്രണ്ണൻ കോളേജ് തുടങ്ങിയ പ്രധാന കോളേജുകളിൽ മുഴുവൻ സീറ്റിലും എസ്എഫ്ഐ വിജയിച്ചു. എസ്എഫ്ഐയുടെ സമഗ്രാധിപത്യമാണ് കണ്ണൂർ സർവകലാശാല കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിൽ കണ്ടത്. കണ്ണൂർ ജില്ലയിൽ തിരഞ്ഞെടുപ്പ് നടന്ന 54 കോളേജുകളിൽ 46ലും എസ്എഫ്ഐ വിജയിച്ചു. 32 കോളേജുകളിൽ നേരത്തെ എതിരില്ലാതെ വിജയിച്ചിരുന്നു. കാസർഗോഡ് ജില്ലയിൽ തിരഞ്ഞെടുപ്പ് നടന്ന 18 കോളേജുകളിൽ 11 സ്ഥലത്തും എസ്എഫ്ഐക്കായിരുന്നു വിജയം. വയനാട് ജില്ലയ്ക്കകത്ത് സംഘടനാടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടന്ന 5 കോളേജുകളിൽ 3ഇടത്തും എസ്എഫ്ഐ വിജയം നേടി. ക്യാമ്പസുകളിലെ വർഗീയതയ്ക്കെതിരായ വിധിയെഴുത്താണ് തിരഞ്ഞെടുപ്പ് ഫലമെന്ന് എസ്എഫ്ഐ സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് പറഞ്ഞു. മതനിരപേക്ഷ കാഴ്ചപ്പാടിനും വർഗീയത ക്യാമ്പസിൽ ചെലവാക്കിക്കൊണ്ടിരിക്കുന്ന വലതുപക്ഷ സംഘടനകൾക്ക്, പ്രത്യേകിച്ച് MSFനും KSUവിനും ഏറ്റുള്ള കനത്ത തിരിച്ചടിയാണ് മാടായിൽ അവരുടെ കോളേജിനെ പൂർണ്ണമായും തിരികെ എസ്എഫ്ഐ മതനിരപേക്ഷ ചേരിയിലേക്ക് എത്തിക്കുന്നു. നിർമ്മലഗിരിയിൽ ശുഭസൂചനമായിട്ടുള്ള വാർത്തകൾ കടന്നു വരുന്നു. തീർച്ചയായും SCS ഉൾപ്പെടെ കണ്ണൂർ ജില്ലയിലെ ബ്രണ്ണൻ കോളേജ്, പയ്യന്നൂർ കോളേജ്, ഗവൺമെന്റ് കോളേജുകൾ മുഴുവനായും ആ നിലയിൽ വൻതോതിലുള്ള മുന്നേറ്റം എസ്എഫ്ഐക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. 3 വർഷങ്ങൾക്ക് ശേഷം കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് MSFൽ നിന്നും എസ്എഫ്ഐ തിരിച്ചുപിടിച്ചു. 14 വർഷങ്ങൾക്ക് ശേഷം ചെറുപുഴ നവജ്യോതി കോളേജ് എസ്എഫ്ഐ തിരിച്ചുപിടിച്ചു. മാടായി കോളേജ്, നിർമ്മലഗിരി കോളേജ്, പൈസക്കരി ദേവമാതാ കോളേജ്, ചെണ്ടയാട് MG കോളേജ് എന്നിവിടങ്ങളിൽ KSU MSF കോട്ടകൾ തകർത്തായിരുന്നു എസ്എഫ്ഐയുടെ വിജയം. തലശ്ശേരി ബ്രണ്ണൻ കോളേജ്, കണ്ണൂർ SN, പയ്യന്നൂർ കോളേജ്, ശ്രീകണ്ഠപുരം SCS കോളേജ് തുടങ്ങിയ പ്രധാന കോളേജുകളിൽ മുഴുവൻ സീറ്റുകളും എസ്എഫ്ഐ നേടി. ക്യാമ്പസുകളിൽ MSFന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വർഗീയ പ്രചരണം ഉൾപ്പെടെ തുറന്നുകാട്ടിയായിരുന്നു എസ്എഫ്ഐ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. KSU MSF കോട്ടകൾ തകർത്താണ് കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എസ്എഫ്ഐ നേടിയ മിന്നുന്ന വിജയം. കണ്ണൂരിൽ നിന്നും അനിൽ കല്യാശ്ശേരിക്കൊപ്പം M സന്തോഷ്.